അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാം നോമ്പ് പറഞ്ഞപ്പോൾ സുഖമായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? ഏതായാലും ഇന്നൊരു പാവപ്പെട്ട വീഡിയോ കണ്ട് ഞാൻ കാണാറുള്ള വീഡിയോ ആണ്. ഞാൻ അവളെ വീഡിയോ കാണും, അതായത് റിഷ മൊയ്തു ഫാമിലി. അപ്പോൾ ഇന്ന് സിലു ടോക്സ് ആ കുട്ടിയും കൂടി വന്നിട്ടുണ്ട് അവളെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ വല്ലാത്തൊരു കഷ്ടത്തിലാണ് അവരുടെ ജീവിതം. ഇപ്പോൾ ബാങ്ക് ജപ്തി ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് വീടും സ്ഥലമൊക്കെ വിറ്റു. ഇപ്പോൾ വാടക വീട് അന്വേഷിക്കണു. കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സ്വന്തം വീട് വിട്ടാണ്ട് ഇറങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം. അപ്പോൾ ഈ സിലു ടോക്സ് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് കൈകോർക്കണം, സഹായിക്കണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരും, എനിക്കെന്താ 850 സബ്സ്ക്രൈബേഴ്സുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ വന്നിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഞാനായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാനത് പറയുന്നത് കൊണ്ട് ഒരു 10, 100, 50 പെൺകുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നന്മയാവൂലേ? 5-6 മക്കളുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ വാടക വീട്ടിൽ പോയി ജീവിക്കണവർ ഇപ്പോൾ ഒരാളൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ വാടകയ്ക്ക് ജീവിക്കണവരുണ്ട്. അതിനും മറ്റേ റിഷ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം വീട് വിറ്റാലും കട ആത്മഹത്യ ചെയ്യാതെ നമ്മൾ രക്ഷപ്പെടുന്നത് അതൊക്കെ ഒരു പടച്ചവൻ്റെ ഭാഗ്യമാണ്. എത്ര ആൾക്കാർ ലോണിൻ്റെ ഇതും വന്നിട്ട് ആത്മഹത്യ ചെയ്യണു. ഓളത് പറഞ്ഞിട്ട് ആദ്യം ആത്മഹത്യ ചെയ്യേണ്ട, പക്ഷെ വേണ്ട, വാടകയ്ക്ക് ഇരിക്കണതും അത്ര വലിയ നാണക്കെട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നിനക്കൊരു ഇപ്പോൾ തന്നെ എനിക്ക് 97,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടാനൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സിലു ടോക്സ് ഇട്ടതോടുകൂടി കുറച്ചും കൂടി എനിക്ക് റീച്ച് കൂടും. അപ്പോൾ അങ്ങനെ ഇരുന്നാലും വാടകയൊക്കെ നമ്മളെ നാട്ടിൽ മലപ്പുറത്തൊക്കെ ഇപ്പോൾ വാടകയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ 10,000-3,000 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വീട് കിട്ടും. വാടകയ്ക്ക് ഇരിക്കണത് അത്ര മോശമായിട്ടൊന്നും റിഷ കരുതണ്ട, വിഷമിക്കും വേണ്ട. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മളെ മണ്ടയിൽ പടച്ചം വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഏതായാലും വീട് പെട്ടെന്ന് നിനക്ക് വിറ്റ് നിൻ്റെ ബാങ്കിലെ കടം തീർത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ അതന്നെ. പിന്നെ ഇപ്പോൾ സ്വന്തം വീടില്ല എന്നുള്ളൊരു ഇതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിനക്കും സ്വന്തം വീടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളെ നാട്ടിൽ മലയാളികൾ റഹീമിൻ്റെ കഥ നീ കേട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ റിഷാനോടും കൂടിയാണ് ഇത് പറയുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ 34 കോടി രൂപ പിരിച്ചിട്ടാണ് റഹീമിനെ നമ്മൾ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കണം. നാട്ടിലേക്ക് എത്തിയിട്ടില്ല, അത് വേറെ കാര്യം, ഇനിയും പ്രോസസ്സുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ റിഷ വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാവും. തൽക്കാലം വാടകയ്ക്കാണെങ്കിലും പോവുക, സമാധാനമായിട്ട് ചെയ്യുക. നീ ചെയ്യണ ജോലി നീ ചെയ്യുക, നിൻ്റെ കാക്കു ചെയ്യണ ജോലി കാക്കു ചെയ്യുക, ബാക്കിയൊക്കെ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. അള്ളാഹു അതെല്ലാം ഒരു ഇതിലാക്കും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നിനക്ക് 6 മക്കൾ പടച്ചറബ് തന്നിട്ടുണ്ടെങ്കിൽ 6 മക്കൾക്കുള്ള ജീവിക്കാനുള്ള ആഹാരം, വസ്ത്രം എല്ലാം പടച്ചറബ് അതിന് കരുതിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊന്നും വിഷമിക്കേണ്ട. പിന്നെ നമുക്ക് പ്രാരാബ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. 5-6 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടക്കേണ്ടത് നിനക്ക്, അതും ഒരു വിഷമാണ്. എൻ്റെ താത്താക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു വിഷമാണ്. എല്ലാ വിഷമങ്ങളും കൂടിയിട്ടാണ് നിനക്ക് ഇത്രയും വിഷമം, ടെൻഷനും ഇതും വരുന്നത്. കാരണം മക്കളെ കാര്യം, ഉമ്മാൻ്റെ കാര്യം, ഏട്ടത്തിൻ്റെ കാര്യം, ബാങ്കിൻ്റെ കാര്യം, എവിടെ നീ പോയിട്ടും ബാങ്ക് കുറച്ച് പലിശയെങ്കിലും കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ അതും നീ പാലക്കാട് അവിടെ ഇവിടെയൊക്കെ പോയി നോക്കിയിട്ടോ നിനക്ക് സാധിച്ചില്ല. അങ്ങനെയൊക്കെയാണ് നിനക്ക് ഈ വിഷമങ്ങൾ കൂടുന്നത്. എല്ലാം ശരിയാവും. ഈ കാലഘട്ടവും കഴിഞ്ഞു പോകും എന്ന് തന്നെ നീ വിശ്വസിക്കുക. എന്നിട്ട് സമാധാനത്തോടുകൂടി വാടകയ്ക്കാണെങ്കിലും തൽക്കാലം പോയിരുന്ന് ജീവിതം തുടരുക. നീ ചെയ്യണ ജോലി നീ ചെയ്യുക, വീഡിയോസുകൾ ഇടുക. ഞാനൊക്കെ നിൻ്റെ വീഡിയോസ് കാണുന്ന ആളാണ്. അപ്പോൾ നിൻ്റെ വീഡിയോസുകൾ കമൻ്റ് ഇടലല്ലേ, ആ വീഡിയോസ് കാണും. പക്ഷേ ഇനി മുതൽ കമൻ്റൊന്നും നിനക്ക് ചെയ്യണ്ട. എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് നിൻ്റെ വീഡിയോ എടുത്ത് നജില മസ്റൂറ ഫാത്തിമ ചാനലിൻ്റെ അടുത്ത് ചെയ്തത് ഞാൻ കണ്ടു. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു ഇത് നമുക്കും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് 850 സബ്സ്ക്രൈബേഴ്സ്, ഒരു പാവം പിടിച്ച യൂട്യൂബറാണ് ഞാൻ. അപ്പോൾ അതിൽ കിട്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. അള്ളാൻ്റെ ഒരു ഇതല്ലേ, ഏത് വഴി കൂടെയാണ് നമുക്ക് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ കൂടെ ഒരുപാട് ആൾക്കാർ സഹായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർക്ക് വിശ്വാസത തന്നെ ഇല്ലാതെയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ എപ്പോഴും എവിടെ ഇതാണ്. അല്ലെങ്കിൽ നിനക്കൊക്കെ ഇതിൻ്റെ മുമ്പ് ഇത്രയും 97,000 സബ്സ്ക്രൈബേഴ്സുള്ള നിനക്കൊക്കെ ഈ ലോൺ തന്നെ അടക്കാനുള്ള സഹായം കിട്ടേണ്ടതാണ്. പിന്നെ എപ്പോഴും ഒരു പഴഞ്ചൻ വർത്താനാണ് എൻ്റെത്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ ഒരു പഴമയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യത്തിയാണ്. അതാണ് എൻ്റെ വീഡിയോ കണ്ടാലറിയാം. അപ്പോൾ എല്ലാം ശരിയാവും, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഇപ്പോൾ നമ്മളെ നെജിലാനെ തന്നെ ആ വീട് വെക്കാൻ ഒരു 2-3-4 വീഡിയോ അവൾ തുടർച്ചയായിട്ടിട്ടു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ആ വീടായതിനു ശേഷം ആ പെൺകുട്ടിയെ എത്രമാത്രം നോവിക്കുന്നുണ്ടെന്നറിയോ? ഒരുപാട് ആൾക്കാർ നോവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സഹായം ചോദിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ കൊടുക്കുന്നവരല്ല ഈ പറയുന്നവരല്ല കൊടുക്കുന്നത്. അപ്പോൾ പലതും സോഷ്യൽ മീഡിയയാണ്, പലരും പലതും പറയും. അപ്പോൾ അതൊന്നും നിൻ്റെ 2-3-4 വീഡിയോ ഞാൻ കണ്ടപ്പോൾ നീ പറയുന്നത് കേട്ടു, മക്കളെക്കുറിച്ച് പറയുന്നത്. ഇന്നത്തെ കാലത്ത് വലിയവരോട് പകയുണ്ടെങ്കിൽ അത് മക്കളോട് തീർക്കുന്ന ഒരു കാലഘട്ടമാണ് പറച്ചില്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ മക്കൾ, നീയും എൻ്റെ ഭർത്താവ്, ഉമ്മ, ഏട്ടത്തിയെല്ലാം സുഖമായിട്ട് സമാധാനമായിട്ട് ഈ പരിശുദ്ധ റമളാൻ്റെ പുണ്യം കൊണ്ട് നിങ്ങളെല്ലാ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതേമാതിരി തന്നെ നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങി ഒരു ഷെഡെങ്കിലും വെച്ച് കെട്ടി നിങ്ങളതെന്ന് പറയാവുന്ന ഒരു വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള വഴി റഹ്മാനായ റബ്ബ് ഒരുക്കി തരട്ടെ എന്നും ദുആ ചെയ്യണം. കാരണം 6 മക്കളെയും കൊണ്ട് വാടകയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ 2-3 ആൾ പോയി ഒരു വാടക വീട്ടിലിരുന്നാൽ തന്നെ നമ്മളെ വീട് നശിപ്പിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറയുന്ന മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ 6 മക്കളേൻ്റെ നമുക്ക് എല്ലായിടത്തും കണ്ണെത്തിയെന്ന് വരില്ല. അപ്പോൾ വീടൊക്കെ നശിപ്പിച്ച് അതും പ്രശ്നങ്ങൾ വരും. കാരണം വല്ലവരെ വീടല്ലേ, നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമല്ല, ആരും ചോദിക്കില്ല, നമ്മളെ ചോദിക്കുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നടക്കും, എല്ലാ കാര്യങ്ങളും നടത്തി തരും റബ്ബ്. ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം എല്ലാ സംഭവങ്ങളും നടന്ന് സന്തോഷമായിട്ട് ഇരിക്കണ സമയത്ത് നീ ടെൻഷൻ അടിച്ച് രോഗം നിനക്ക് വരുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു സുലൂട്ടോക്സ് നിൻ്റെ കൂടെ എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതാ റിഷ പേടിക്കണ്ട, നെജിലയും നിൻ്റെ ഇതെടുത്ത് ചെയ്യുന്നുണ്ട്. റിഷ മൊയ്തു ഫാമിലി, അതേമാതിരി സിലൂട്ടാക്സ്, മസ്റൂറ ഫാത്തിമ, ഇപ്പോൾ എൻ്റെ ചാനലൊക്കെ കബീർ, ഖദീജ കബീർ. അപ്പോൾ ഇങ്ങനെ ഓരോ ചാനലുകൾ ഇനി വരുമ്പോൾ നിനക്ക് പലയിടത്തുനിന്നും പല സഹായം, വലുതല്ലെങ്കിലും ചെറുതായെങ്കിലും നിനക്ക് കിട്ടുകയാണെങ്കിൽ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാവുന്നതേ ഉള്ളൂ. വലുതായിട്ടൊന്നും കിട്ടൂല. കാരണം മനുഷ്യന്മാർ ഈ പറയുന്ന മാതിരി സഹായങ്ങൾ കൊടുത്ത് മടുത്തിട്ടുണ്ടാവും. കാരണം 1-2 വീഡിയോസുകളോ സഹായങ്ങളോ ഒന്നും അല്ലല്ലോ, ഒരുപാട് ഇതല്ലേ. ഇത് ഈ കൊടുക്കുന്ന മനുഷ്യൻ തന്നെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്മാർക്കും നീ ചോദിച്ചു എന്നല്ല ഞാൻ പറയണത്, പക്ഷെ കൊടുക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നടക്കും. ടെൻഷൻ അടിച്ച് നീ രോഗങ്ങൾ വരുത്തണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കുമ്പോൾ പിന്നെ നീ രോഗിയായി മാറും, ടെൻഷൻ അടിച്ച്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നീ സന്തോഷത്തോടെ മക്കളെ കൂട്ടിയിട്ട് തൽക്കാലം ഇപ്പോൾ വാടകയ്ക്കാണെങ്കിലും വാടകയ്ക്ക് പോകാൻ തയ്യാറാകുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ നടന്നോളും. എന്താണെങ്കിലും ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നിനക്ക് ഒരു ധൈര്യത്തിന്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വഴിയെ നടന്നോളും. ഇപ്പോൾ എല്ലാവരും നിന്നെ ഏറ്റെടുത്തോളും എന്നൊരു വിശ്വാസം എനിക്കും തോന്നുന്നു. സാധിക്കട്ടെ, നിൻ്റെ ആഗ്രഹം പോലെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ റമളാനിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഈമാനും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.